ഇനി മകൻ അയാന് കളിപ്പാട്ടങ്ങളുമായി ആ അച്ഛൻ വരില്ല. അർജുൻ ഇനി ഇല്ല എന്ന സത്യം ആ കുടുംബത്തിന് ഉൾക്കൊണ്ടേ മതിയാകൂ. കണ്ണീരും ഭീതിയും തളം കെട്ടിയ ആ വീട്ടിൽ നിശബ്ദതയല്ലാതെ ഒരു മറുപടിയും ആരിൽ നിന്നുമില്ല. അർജുൻ ഇനി ഇല്ല എന്ന സത്യം ഉൾക്കൊണ്ട് ജീവിക്കുക. മാസങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഇന്നലെ അവനെ കണ്ടെത്തിയത്. ഗംഗാവലിയുടെ ആഴങ്ങളിൽ അർജുനെ ഉപേക്ഷിച്ചു പോരാൻ കേരളത്തിനായില്ല. രാവും പകലും അവനുവേണ്ടി തിരഞ്ഞത് ഈ പ്രതീക്ഷയുടെ മുനമ്പിൽ നിന്നായിരുന്നു. മകനെ കാത്തിരുന്ന അച്ഛന്റെയും അമ്മയുടെയും അടുക്കലേക്ക് അവൻ ഉടനെ എത്തും. കാത്തിരിക്കുകയാണ് അർജുന്റെ വരവും കാത്ത് ആ കുടുംബം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പരിശോധനയ്ക്കായി DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയോ നാളെയോടെയോ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകാനാണ് സാധ്യത. DNA പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സാമ്പിൾ ശേഖരിച്ചത്. നിലവിൽ കാർവാർ കിംഗ്സ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അർജുന്റെ അസ്ഥിയുടെ ഒരു ഭാഗം മംഗളൂരുവിലെ FSL ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. മൃതദേഹ ഭാഗം കോഴിക്കോട് കണ്ണാടിക്കലെ വീട്ടിൽ എത്തിക്കാനുള്ള ചുമതല കേരള സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ട്. എത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിരുന്നു. അർജുന്റെ ലോറിയിൽ മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടവും ഭക്ഷണം പാകം ചെയ്യാൻ പാത്രങ്ങളും തന്റെ വസ്ത്രങ്ങളുമൊക്കെ ആ തീരത്ത് പെറുക്കിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു തുള്ളി കണ്ണീരോടെയല്ലാതെ ഈ കാഴ്ച കാണാനാവില്ല. ഈ തിരച്ചിലിനൊപ്പം രാവും പകലും കൂടെ നിന്ന അർജുന്റെ മുതലാളി മനാഫിന് ആശ്വസിക്കാം. അർജുനെ ഒറ്റയ്ക്കാക്കി പോയില്ലല്ലോ എന്ന്. അർജുനെയും കൊണ്ടേ മടങ്ങൂ എന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണിന്ന് മനാഫ് പാലിച്ചത്. ആ വാക്ക് പാലിച്ചു എന്നായിരുന്നു ലോറി ഉടമ മനാഫിന്റെ പ്രതികരണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ലോറിക്കധികം പരിക്കുണ്ടാകില്ല, ക്യാബിനധികം പരിക്കുണ്ടാകില്ല, ചിന്നിച്ചിതറില്ല എന്ന്. അവനെയും കൊണ്ടേ ഞങ്ങൾ പോകൂ. ആ ഒരു ഉറപ്പ് അവന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാണ്. അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് ഞാൻ പാലിച്ചു. ഒരു സാധാരണക്കാരന് എത്ര കഴിയുമോ അതിന്റെ പരമാവധി ചെയ്തു. പല പ്രതിസന്ധികൾ അതിജീവിച്ചാണ് അവനെ കണ്ടെത്തിയത്. തോൽക്കാൻ എന്തായാലും മനസ്സുണ്ടായിരുന്നില്ല എന്നാണ് മനാഫ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അതേസമയം ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല. ഇതോടെ രാവിലെ മുതൽ നടപടി പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വൈകാതെ ലോറി കരയ്ക്കെത്തിച്ചു. ഈ ലോറിയുടെ ക്യാബിനിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. നീണ്ട 71 ദിവസത്തെ തിരച്ചിലിനും തീവ്ര പ്രയത്നത്തിനുമൊടുവിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെടുത്തത്. തിരച്ചിലിന്റെ ആദ്യ 2 ഘട്ടങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് 3ാം ഘട്ടത്തിൽ ഡ്രെഡ്ജർ ഉൾപ്പെടെ എത്തിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. ഈശ്വർ മാൽപെ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരുടെ സഹായവും തിരച്ചിലിനായി ലഭിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ മാൽപെ പിന്മാറി. ജൂലൈ 16-നാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. അതിഭീകരമായ മണ്ണിടിച്ചിലിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും അവിടെ പ്രവർത്തിച്ചിരുന്ന ചായക്കടയും ഉൾപ്പെടെ പുഴയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇതേ സമയം അർജുനും ഇവിടെയുണ്ടായിരുന്നു. തുടർന്നാണ് അർജുന്റെ കുടുംബം കർണാടക പോലീസിന് പരാതി നൽകിയത്. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തണുപ്പൻ സമീപനം വെച്ച് പുലർത്തിയ കർണാടക പിന്നീട് കേരളം സമ്മർദ്ദം ചെലുത്തിയതോടെ വലിയ രീതിയിൽ ദൗത്യത്തിനായി മുന്നിട്ടിറങ്ങി. ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെയും സൈന്യത്തിന്റെയും വരെ സഹായം തേടിയെങ്കിലും അർജുനെയും ലോറിയെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ 3ാം ഘട്ട തിരച്ചിലാണ് ലോറിയും മൃതദേഹവും ലഭിച്ചത്.